പ്രശാന്ത് എന്ന് പറയുന്ന ഭൂലോക കള്ളൻ അല്ലെ, പ്രശാന്ത് PS പ്രശാന്ത് എന്ന് പറയുന്ന ഇതിനു മുമ്പത്തെ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത്, അന്നത്തെയും ഇപ്പോഴത്തെയും ദേവസ്വം മന്ത്രിയായ വാസവൻ, ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയ കട്ടുമുടിക്കലായിരുന്നു. ഇവര് സ്ഥാനം പോയപ്പോ ഇപ്പൊ വന്നത് പാവം ആരാണ്, ജയകുമാറായി പോയി. ജയകുമാർ പറയാണ് ഞങ്ങൾക്ക് തെറ്റുപറ്റി. ജയകുമാർ എന്ന് പറയുന്ന സംശുദ്ധനായ ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് പറയുന്നു PS പ്രശാന്ത് വാസവൻ ടീമാണ് ഇമാതിരി ചറ്റത്തരം ചെയ്തത്, തെറ്റുപറ്റി, ദേവസ്വം ബോർഡിന് തെറ്റുപറ്റി, ഇറങ്ങിപ്പോണ്ടേ വാസവ, ഇറങ്ങിപ്പോണ്ടേ. പ്രശാന്ത് ഇറങ്ങിപ്പോയി, ഇനിയിപ്പോ പ്രശാന്ത് ഇറങ്ങി പോവാനില്ല, ഇവന്മാരൊക്കെ പിടിച്ചുകാട്ട് ജയിലിലിടണ്ടേ. 8.22 കോടി രൂപക്ക് ഇമാതിരി പരിപാടി സെറ്റപ്പ് നമ്മൾ നടത്തി തരാനാണത്രേ ഊരാളുങ്കലിന്റെ ഒരു എന്താ പറയാ ഒരു ഇത്തരത്തിലുള്ള ഈവന്റ് മാനേജ്മെന്റ് സ്ഥാപനം IIIC IIIC എന്ന പേരിലുള്ള ഒരു സ്ഥാപനം ദേവസ്വം ബോർഡുമായി കരാറുണ്ടാക്കിയത്. ആദ്യം തന്നെ അതാണ് ഇതിന്റെ കഥ. 8.22 കോടി രൂപക്കാണത്രേ കരാറുണ്ടാക്കിയത്. ഇതൊക്കെ കഴിഞ്ഞപ്പം ഈ ഊരാളുങ്ങളുടെ ഈ IIICക്കാര് ദേവസ്വം ബോർഡിന് ബില്ല് കൊടുത്തു. അത് 7.11 നേരത്തെ പറഞ്ഞത് 8.22 കോടിക്കാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ദേവസ്വം ബോർഡായിട്ട് കരാറുണ്ടാക്കിയതാണ് 8.22. നമ്മൾ പണ്ട് കേട്ടതല്ലേ 8.22 കോടിക്കാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടി പോകുന്നത്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇവര് ബില്ല് കൊടുത്തു. സ്വാഭാവികം അങ്ങനെയാണല്ലോ, നമ്മൾ ആദ്യം തന്നെ ഒരു എസ്റ്റിമേറ്റ് ഇടും. ആ എസ്റ്റിമേറ്റ് ആണ് 8.22. അത് ദേവസ്വം ബോർഡ് അംഗീകരിച്ചതാണ്. അതിന്റെ ഇടയിൽ സ്വാഭാവികമായും ഇവർക്ക് അറിയാം ഇതിന്റെ മുക്കാൽ പങ്കും പല ആൾക്കാരുടെയും പോക്കറ്റുകളിലേക്ക് പോകാനുള്ളതാണ്. അതുകൊണ്ടാണ് ഇവർ 8.22 എന്തെങ്കിലും പണ്ടാർ ഇറക്കട്ടെ, നിങ്ങൾ 10, 15, 20 കോടി ഇട്ടോളി, പക്ഷെ അമ്മക്ക് കിട്ടുന്ന കൊണ്ട് തന്നാൽ മതി, അത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് IIICക്കാരെ നിങ്ങൾ 8.22 കോടി ആക്കണ്ട, നിങ്ങളൊരു 80 കോടി ആക്കിക്കപ്പ, ഒരു പ്രശ്നമില്ല, ആൾക്കാരോട് പറഞ്ഞാൽ മതി, നമ്മുടെ സ്പോൺസർമാരുടെ ഇടയിൽ നമുക്ക് പിരിക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിന്റെ ഒരു ഭാഗത ഇതിലേക്ക് കൊണ്ട് ഇട്ടാ മതി എന്ന് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം ബോർഡിന്റെ അധിപന്മാരും അതിന്റെയും മേലുള്ള, ഞാൻ പറയുന്നില്ല ആരൊക്കെയാണെന്ന്, എല്ലാരും ഇങ്ങനെ കീശ ഇങ്ങനെ വിടർത്തി കാണിച്ചു, ഇതിലേക്ക് ഇട്ടാ മതി, നിങ്ങൾ കള്ളക്കണക്കെഴുതിക്കോ. പക്ഷെ ഊരാളുങ്കൽ സൊസൈറ്റി അല്ലെങ്കിൽ IIICക്കാര് 8.22 പറഞ്ഞത്. ശരി, ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ബില്ല് കൊടുത്തു 7.11. പൈസ കിട്ടണ്ടേ? ആകെ പൈസ കിട്ടിയത് ധനലക്ഷ്മി ബാങ്ക് ഒരു 2 കോടി, പിന്നെ കേരള ബാങ്ക് 1 കോടി, അതിന്റെ GST കഴിച്ചാൽ അത്രയും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ 3 കോടി. ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ദേവസ്വം ഫണ്ട് എടുക്കരുത്. ആദ്യം വിചാരിച്ചത് ദേവസ്വം ഫണ്ട് കൈയിട്ട് വരാന്നേനി, ദേവസ്വം ഫണ്ട് എടുക്കരുതെന്ന് ഹൈക്കോടതി പറഞ്ഞു. പിന്നെ ഇപ്പൊ എന്താ ചെയ്യാ? അപ്പോഴാണ് ഈ സ്പോൺസർമാരുടെ പൈസ കിട്ടിയില്ല, അപ്പൊ തൽക്കാലത്തേക്ക് മറച്ചു. ഇവരുടെ ഒരു അധികാരം ഉപയോഗിച്ച് ദേവസ്വം ഫണ്ടിന്ന് ഒരു 5 കോടി വേറെ അക്കൗണ്ടിലേക്കാണ് ഇട്ടു. സ്പോൺസർഷിപ്പ് ആകെ കിട്ടിയത് ഞാൻ നേരത്തെ പറഞ്ഞ 3 കോടിയുടെ അടുത്ത്, ആ 3 കോടി അങ്ങോട്ടേക്ക് ഇട്ടു. ഇനിയും എത്ര ദേവസ്വം ഫണ്ടിലേക്ക് അടയ്ക്കാണ്ട്? 2 കോടി അടയ്ക്കാണ്ട്. അപ്പോഴാണ് ഈ കള്ളൻ വാസവൻ മന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ഒക്കെ അടച്ചു, എടുത്തതൊക്കെ അടച്ചു എന്ന് ഈ പെരുങ്കള്ളം പറഞ്ഞത്. ഇയാൾക്ക് എന്നോ രാജിവെച്ച് പോകേണ്ടതാണ്. അപ്പൊ ഇനിയും 2 കോടി അടയ്ക്കാനുണ്ട്. പാവം ജയകുമാർ പറയുന്നത് അദാനി 1 കോടി തരാന്ന് പറഞ്ഞിരുന്നു, ഞങ്ങൾ എങ്ങനെയും പോയി കാല് പിടിച്ച് കരഞ്ഞ് എങ്ങനെയും 1 കോടി വാങ്ങാം, എന്നാലും 1 കോടി വേണ്ടേ ജയകുമാരേട്ടാ, വേണം. അപ്പൊ മൂപ്പര് പറയുന്നത് പണ്ട് കുറെ സ്പോൺസർമാരൊക്കെ നമുക്ക് തരാന്ന് പറഞ്ഞിരുന്നു, ഓരയും കയ്യും കാലൊക്കെ ഒന്ന് പിടിച്ചു നോക്കാം. പാവം മനുഷ്യൻ PS പ്രശാന്ത് എന്ന് പറയുന്ന ഭൂലോക കള്ളൻ, VN വാസവൻ എന്ന് പറയുന്ന, ഞാൻ എന്താന്ന് വിശേഷിപ്പിക്കുന്നില്ല, അയാളുടെ സഹകരണത്തോടെ അതിന്റെയും മേലുള്ള കാരണഭൂതത്തിന്റെ സഹകരണത്തോടെ നടത്തിയ പെരുങ്കൊള്ള അവസാനം കോടതി പിടിച്ചപ്പോൾ കോടതിക്ക് മുമ്പിൽ പോയി ജയകുമാർ കരയുകയാണ്. ഞങ്ങളിതാ സത്യസന്ധമായ കണക്ക് അവതരിപ്പിക്കാം. ജയകുമാർ തന്നെ പറയുന്നു ഈ 5000 ആൾക്കാർക്കൊക്കെ സദ്യ എന്ന് കേട്ടപ്പോൾ ജയകുമാർ തന്നെ നെഞ്ചത്ത് കൈവെക്കുകയാണ്. നമ്മള് കള്ളത്തരം പറയുന്നതിന് ആൾക്കാർ കേട്ടാൽ വിശ്വസിക്കേണ്ട ആൾക്കാർക്ക് ഈ 600 ആൾക്കാർ തിന്നുപോയത് നമുക്ക് വേണമെങ്കിൽ ഒരു 1000 ആൾക്കാർ എന്നൊക്കെ പറയാം. ആൾക്കാർ ചിലപ്പോൾ വിശ്വസിച്ച് നമുക്ക് പറയാം 1000 ആൾക്കാരുടെ സദ്യ വെച്ചു. കാരണം അങ്ങനെയാണല്ലോ, നമ്മളിപ്പോ കല്യാണത്തിന് ഒരു 1000 ആൾക്കാരുടെ സദ്യയാണ്, നമ്മൾ ചിലപ്പോൾ 1200 ആൾക്കാർക്കുള്ള സദ്യയാണ് വെക്കും, കാരണം തികയാതെ പോകരുതല്ലോ. അങ്ങനെ 600 ആൾക്കാരുടെ സദ്യക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു 1000 ആൾക്കാർ കണക്കൂട്ടാം. അതിന് പകരം 5000. എന്നിട്ട് ചോദിക്കുമ്പോൾ എന്താണ്, അത് ആ വഴിക്ക് പോണ കുറെ തീർത്ഥാടകരൊക്കെ വന്നു, മറ്റേ വഴിക്ക് പോകുന്ന ആൾക്കാർ വന്നു, അയ്യപ്പനും വന്നു, മാളിയപ്പുറം വന്നു, എല്ലാവരും വന്നു തിന്നു എന്നൊക്കെ പറഞ്ഞാൽ അടിക്കേണ്ടവരെ വേണ്ടേ? അപ്പൊ ഏതായാലും
എന്താ പറയാ, ഈ ഓഡിറ്റർ തകരാറല്ല, ഇതൊക്കെ ദേവസ്വം ബോർഡിന്റെ തകരാറ് തന്നെയാണെന്ന് ജയകുമാർ പറഞ്ഞു. ഇതാണ് സത്യം.